സിസ്റ്റർ യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ ചങ്ങനാശ്ശേരി അജൂത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഗോപി മൂലിയിലച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടം ഇന്ന് പൂർത്തിയാവുകയാണ്. 2021 ഈ സ്കൂളിൻ്റെ പടിവാതിൽ കടന്ന ആ ദിവസം ഇന്നും എൻ്റെ ഓർമ്മയിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. ഒരു ജീവിശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ ജീവന്റെ തുറപ്പുകളെക്കുറിച്ചും പ്രകൃതി അത്ഭുതങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിഞ്ഞ ഈ വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായതും ധന്യവുമായ ഒരു കാലഘട്ടമാണ്. 1994 ഈറ്റാവ മിഷനിലെ സെൻറ് മേരീസ് ഇന്റർ കോളേജിലാണ് എൻ്റെ അധ്യാപന ജീവിതം തുടക്കം കുറിച്ചത്. 6 വർഷക്കാലം അവിടുത്തെ സേവനത്തിന് ശേഷം 1999 ആണ് ഞാൻ ചങ്ങനാശ്ശേരി കോർപ്പറേറ്റിൻ്റെ സെൻറ് മേരീസ് യു പി സ്കൂളിൽ ജോയിൻ ചെയ്തത്. തുടർന്ന് കോർപ്പറേറ്റിലെ ഏതാണ്ട് 10ഓളം സ്കൂളുകളിൽ അധ്യാപനം നടത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ എനിക്കിടയാക്കിയ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ കോർപ്പറേറ്റ് മാനേജറായിരുന്ന ജോസഫ് ചെറുക്കൽവിലച്ചനാണ് സെൻറ് മേരീസ് യു പി സ്കൂളിലേക്ക് എനിക്ക് ആദ്യ നിയമനം നൽകിയത്. തുടർന്ന് കോർപ്പറേറ്റ് മാനേജർമാരായിരുന്ന റവറൻ ഫാദർ എബ്രഹാം വെട്ടുവയിലച്ചൻ, മാത്യു നടുമൂത്തച്ഛൻ, മനോജ് കറുകയിലച്ചൻ എന്നിവരെയും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന ഗോപി മൂലിയിലച്ചനെയും നന്ദിയോടെയല്ലാതെ ഓർക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസിലെ തോമസ് കുട്ടി സാറിനെയും മറ്റ് സ്റ്റാഫംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. കോർപ്പറേറ്റ് ഓഫീസിൽ ഏത് ആവശ്യത്തിന് ചെന്നാലും ജാൻസിനെ എന്നാണ് സാർ എന്നെ വിളിച്ചിരുന്നത്. ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ മനസ്സിനെ ഒരു കുളിർമ തോന്നുമായിരുന്നു. എൻ്റെ ആദ്യ സ്കൂളായ സെൻറ് മേരീസ് യു പി എസിലെ ഹെഡ്മാസ്റ്ററായിരുന്ന ശ്രീ വി പി ജോസഫ് സാർ ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞാൻ പഠിപ്പിച്ച മറ്റു സ്കൂളുകളുടെ പ്രഥമാധ്യാപകരും എനിക്ക് സ്നേഹവും കരുതലും തന്നവരാണ്. അമ്പൂർ സെൻറ് ജോർജ് എൽ പി എസിലെ സിസ്റ്റർ ടെസി, കായപ്പുറ സെൻറ് ജോസഫ് എൽ പി എസിലെ സിസ്റ്റർ ത്രേസ്യാമ്മ ജോസഫ്, വിളിയാട് സെൻറ് ജോർജ് എൽ പി എസിലെ മാസ്റ്ററായിരുന്ന ശ്രീ ജോൺസൺ സാർ, അതിലൂടെ സെൻറ് മേരീസ് എൽ പി എസിലെ സിസ്റ്റർ സെലിനാമ, എടത്വ സെൻറ് മേരീസ് എച്ച് എസിലെ ശ്രീ ആന്റണി സാർ, മിത്രങ്കൽ സെൻറ് സേവിയർ എച്ച് എസിലെ ശ്രീ ജെയ്സ് മാത്യു സാർ, ചെങ്ങന്നൂർ ദേവമാത ഹൈസ്കൂളിലെ മാസ്റ്റർമാരായിരുന്ന വേറെ കല്ലൂപ്രഭൻ സാർ, സി സി ജെയ്സ് സാർ എന്നിവരെ, ചങ്ങനാശ്ശേരി എസ് ബി എച്ച് എസിലെ മാസ്റ്റർമാരായിരുന്ന ശ്രീ ജോസ് പൈ സാർ, ശ്രീ തോമസ് ഗോപേലി സാർ, ഫാദർ റോജി വല്ലിയിലച്ച് എന്നിവരെയും, പായിപ്പാട് സെൻറ് ജോസഫ് എച്ച് എസിലെ മിസ്റ്റേഴ്സായിരുന്ന ജെസിമോൾ തോമസ് ടീച്ചറിനെയും, ഈ സ്കൂളുകളിലെല്ലാം എൻ്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെയും അനധ്യാപകരെയും അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരുപാട് ദൂരങ്ങൾ താണ്ടി ഞാനിന്ന് കടന്നു വന്ന് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തെയും എന്നെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത ബഹുമാധ്യാപകരായ സിസ്റ്റർ ധന്യയെയും ബഹുമാനപ്പെട്ട റാണി ടീച്ചറിനെയും നന്ദിയോടെ ഓർക്കുന്നു. 2025-26 കാലയളവിൽ എൻ്റെ ഹെഡ്മിസ്ട്രസ് ആയിരുന്ന മരിയ സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. എളിമയുടെ നിർഭരമായ മരിയ സിസ്റ്ററിനെ എത്ര പ്രവർത്തിച്ചാലും മതിയാവുകയില്ല. സെൻറ് ഫിലോമിനാസിലെ എൻ്റെ മുൻ സ്കൂൾ മാനേജറായ റോസിദ സീരിസിയെയും ഇപ്പോഴത്തെ സ്കൂൾ മാനേജറായിരിക്കുന്ന ഉസ്മാൻ റോസ് സിസ്റ്ററിനെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെയും റാണി ടീച്ചറിൻ്റെയും മരിയ സിസ്റ്ററിൻ്റെയും കീഴിൽ ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. മൈക്രോസ്കോപ്പിന് കീഴിലെ കോശങ്ങളെ പോലെ തന്നെ ലളിതവും എന്നാൽ സങ്കീർണവുമാണ് മനുഷ്യജീവിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്കൂളിൽ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാ അധ്യാപകരോടും ഞാൻ നന്ദി പറയുന്നു. ആരുടെയും പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല, കാരണം എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. എല്ലാവരും എന്നെ ഏറെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവരാണ്. അതോടൊപ്പം സെൻറ് ഫിലോമിനാസിലെ എല്ലാ ഓഫീസ് സ്റ്റാഫും എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് യാത്ര ചെയ്തവരായിരുന്നു. അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ഈ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നവരാണ് എൻ്റെ കുടുംബാംഗങ്ങൾ. ദൂരെയുള്ള സ്കൂളിലേക്ക് അതിരാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴല്ല, യാതൊരു പരിഭവവും കൂടാതെ എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും ഏറെ വൈകി തിരിച്ചെത്തുമ്പോൾ അതിലേറെ സ്നേഹത്തോടെ
എന്നെ സ്വീകരിക്കുകയും ചെയ്ത എൻ്റെ സഹോദരൻ ശശിയെ ഞാൻ സ്നേഹത്തോടോ ഞാൻ ശശി ഒരുപോലെ ജോലിക്ക് പോകേണ്ടി വന്നപ്പോൾ യാതൊരു പരിശ്രമവും കൂടാതെ അഡ്ജസ്റ്റ് ചെയ്ത മക്കളുടെ ഏരിയാസിനെയും ആൻസിനെയും പ്രത്യേകം ഓർക്കുന്നു. സ്കൂളിൽ പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം എനിക്ക് താഴെ കടലമായി നീങ്ങാൻ എൻ്റെ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരു വിത്ത് മുളച്ച് വലിയ മരമാകുന്നത് പോലെ ഓരോ വിദ്യാർത്ഥിയും വളർന്ന് പന്തിരിക്കുന്നത് കാണുന്നതായിരുന്നു ഒരു അധ്യാപകൻ നിലയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലം. പുസ്തകത്തിലെ രാജ്യങ്ങൾക്കപ്പുറം പരസ്പര സ്നേഹത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും വലിയൊരു ഇക്കോളജി ഈ വിദ്യാലയത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. എല്ലാത്തിനും ഈ യാത്രയിൽ എന്നെ പിന്തുണച്ച എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. ഒരു കുടുംബാംഗത്തിൽ പോലെ എന്നെ ചേർത്ത് പിടിച്ച സഹപ്രവർത്തകർക്ക് നന്ദി. നമ്മുടെ ചർച്ചകളും പങ്കുവെച്ച ചായക്കപ്പുകളും സൗഹൃദങ്ങളും യാത്രകളും സ്കൂൾ പ്രോഗ്രാമുകളും എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാകും. PTA സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതുകൊണ്ട് PTA അംഗങ്ങളെ എൻ്റെ ബലമായിരുന്നു. PTA പ്രസിഡന്റ്മാരായിരുന്ന ശ്രീ KC വർഗീസ് സാർ, ശ്രീ ദൈവൻ രാജൻ, ശ്രീ PC മനോജ് എന്നിവരെയും MPJ പ്രസിഡന്റായിരുന്ന ശ്രീമതി അനില ഗോപി, ശ്രീമതി ലക്ഷ്മി രതീഷ് എന്നിവരെയും മറ്റ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളോടൊത്തുള്ള എൻ്റെ പ്രവർത്തന രംഗങ്ങൾ, നിങ്ങളുടെ സഹകരണം, സ്നേഹം എല്ലാം ഞാൻ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളായിരുന്നു എൻ്റെ ഊർജ്ജം മുഴുവനും. നിങ്ങളുടെ കൗതുകം നിറഞ്ഞ ചോദ്യങ്ങളും നിഷ്കളങ്കമായ ചിരിയുമാണ് എന്നും എന്നെ ചെറുപ്പമായി നിലനിർത്തിയത്. 2021 മുതൽ എനിക്ക് തന്ന എല്ലാ അവസരങ്ങൾക്കും സൗകര്യങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് തണലായി നിന്ന എൻ്റെ കുടുംബത്തെ ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുന്നു. വിരമിക്കൽ എന്നത് ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നറിയാം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങുമ്പോഴും ഈ വിദ്യാലയത്തിന് മുറ്റത്തെ ഓരോ മരത്തിലും ചെടിയിലും ഞാൻ പഠിപ്പിച്ച പാഠങ്ങൾ ഓർമ്മകൾ അവശേഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ഒപ്പം ജീവനെ ബഹുമാനിക്കുക. ലോകം വലിയൊരു പരീക്ഷണശാലയാണ്. അവിടെ നിങ്ങൾ മികച്ച നിരീക്ഷകരും ഗവേഷകരും ആവുക. ആരുടെയും പേര് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ സാധനം ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.